അതായത് ഫോൺ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിളിക്കാനാണ്. പക്ഷെ ഫോൺ വിളിക്കാനായിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കി നമ്മൾ ആരും ഫോൺ മേടിക്കാറ്. ശരിക്കും എന്തിനാ വാസ്തു നമ്മൾ പഠിക്കുന്നത്? ആരെങ്കിലും ഒരാൾക്ക് പറയാം, എന്തിനാ വാസ്തു നമ്മൾ? ഒരു എഞ്ചിനീയർ ആയ നമ്മൾ ഈ പറയുന്ന ഈ പഴഞ്ചൻ എന്ന് പറയുന്ന ഇത് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? പറയൂ, ഒരാൾ പറയൂ. സാർ, പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ ഈ വാസ്തു ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വാസ്തുവിന്റെ പേരിൽ തന്നെ നമ്മുടെ ക്ലയൻസ്, നമ്മളിപ്പോ വാസ്തു നോക്കാതെ ഒരു പ്ലാൻ വരച്ച് കൊടുത്താലും ഈവൻ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അതിന് മറ്റെന്തിനെക്കാട്ടിലും അർത്ഥമുണ്ടല്ലോ. അപ്പൊ വാസ്തു നോക്കിയേ ഇന്നൊരു 100-90% ക്ലയൻസുകളും വീട് വെക്കാനായിട്ട് മുന്നോട്ട് വരുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രധാന കാരണം. രണ്ട്, വാസ്തു നോക്കി വെക്കുന്ന ഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളത് പലവരുടെയും അനുഭവ സമ്പത്തുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഈ സാറിനുള്ളത് പോലെ തന്നെ പല ആൾക്കാർക്കും അതിന്റെ അനുഭവ സമ്പത്തും ഉണ്ട്. ഇന്നത്തെ ന്യൂ ജനറേഷന് വാസ്തു അക്സെപ്റ്റബിൾ അല്ലെങ്കിലും പക്ഷെ പൗരാണികമായിട്ടുള്ള പല ആൾക്കാർക്കും അത് നിർബന്ധമുള്ള കാര്യമാണ്. നമുക്ക് വർക്ക് പോലും ചിലപ്പോൾ ഈ വാസ്തു നോക്കി വെക്കാതിരുന്നാൽ കിട്ടില്ല എന്നൊരു സാഹചര്യത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഫോൺ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിളിക്കാനാണ്. പക്ഷെ ഫോൺ വിളിക്കാനായിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കി നമ്മൾ ആരും ഫോൺ മേടിക്കാറ്. അപ്പൊ നമ്മൾ മേടിക്കുന്നത് ഫോൺ എന്തിനാണ്? അതിന് ക്യാമറ ഉണ്ടെന്നോ, ഓപ്പോ വന്നിട്ട് ക്യാമറ എന്ന് പറഞ്ഞു, സാംസങ് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? നെറ്റ് കണക്ഷൻ ഉള്ളതാണ്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ബാങ്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ആപ്പിള് വന്നിട്ട് പറഞ്ഞു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഫോൺ എന്തിനാ? വിളിക്കാൻ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഒരു സംതിങ് സ്പെഷ്യൽ കൊടുക്കാൻ കഴിയും. മറ്റാരും കൊടുക്കാത്ത എന്തെങ്കിലും ഒരു ഫെസിലിറ്റി കൂടെ നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾ ആ നാട്ടിൽ നിങ്ങൾക്കൊരു സ്പെഷ്യലിസ്റ്റ് ആകാൻ പറ്റൂ. പലപ്പോഴും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആ ജോലിക്ക് വേണ്ടിയിരിക്കുന്നത് പഠിത്തം വിട്ടിട്ട് നമുക്കും ഒരു സ്പെഷ്യലിസ്റ്റ് ആകണം, നമ്മളെ തിരക്കി ആൾക്കാർ വരണമെങ്കിൽ നിങ്ങൾക്ക് ആ ദേശത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ആ ഒരു കാര്യം നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ അടുത്തും ആൾക്കാർ വരും. അപ്പോ ആ ഒരു പ്രത്യേകതയായിട്ട് ഇപ്പൊ നിങ്ങളുടെ നാട്ടില് ഇപ്പൊ അനന്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അനന്തുവിനേക്കാൾ കഴിവുള്ള, അനന്തുവിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ അനന്തുവിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഫെസിലിറ്റി അനന്തുവിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അവര് അനന്തുവിന് തിരിച്ചു വരും. ഇല്ലെങ്കിൽ എന്തിനാ നിന്റെ അടുത്ത് വരുന്നേ? എനിക്ക് അതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, അതിനേക്കാൾ കഴിവുള്ള ആൾക്കാരില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിയ ഫോൺ മാത്രം ചിന്തിച്ചു, എന്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് വിളിക്കാൻ പറ്റുന്നതാണ് വേണ്ടത്. മറ്റൊരൊക്കെ ചിന്തിച്ചു അതിനോടൊപ്പം എന്തൊക്കെ നമുക്ക് കൊടുക്കാം, സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം വളർന്നു, ഇവര് വീണു. ഇതുപോലെ തന്നെയാണ് അംബാസഡർ കാൻഡയിൽ. അയവരും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കാർ വിറ്റിരുന്നവരാണ്. പക്ഷെ വേറൊരുത്തൻ വന്നിട്ട് പറഞ്ഞു എന്താണ് തിളങ്ങുന്ന കാർ എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു സ്പീഡിൽ ഓടുന്ന കാർ എന്ന് പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞു എത്ര ആക്സിഡന്റ് വന്നാലും എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഹൈ സ്പീഡ് എന്ന് പറഞ്ഞു. ലക്ഷറി എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ വന്നപ്പോൾ ലക്ഷറിയുടെ കോടിക്കണക്കിന് കാറുകൾ വിൽക്കുന്ന എമൗണ്ടിന് കാർ വിൽക്കാനായിട്ട് നിൽക്കുന്ന ഈ സ്ഥലത്ത് അവന്റെ ഒരു കാറായ 6 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്. അപ്പോൾ നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലിസ്റ്റിലേക്ക് മാറണോ, നിങ്ങൾക്കും സംതിങ് സ്പെഷ്യൽ ഉണ്ടായിരിക്കും. മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് ആണ് പലപ്പോഴും ഞാൻ ഈ വാസ്തുവിനെ ഉപയോഗിച്ചത്. അപ്പോ മറ്റാരെങ്കിലും വരയ്ക്കുന്ന ഒരു പ്ലാനില് വാസ്തുപ്രകാരം നോക്കുമ്പോൾ കറക്ഷൻസ് വരാൻ സാധ്യത. ആ ഒരു കറക്ഷൻ ഞാൻ വരയ്ക്കുന്ന പ്ലാനിൽ ഉണ്ടാകില്ല എന്ന ഒരു സംതിങ് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയതോടു കൂടിയാണ് എനിക്ക് പേരെടുക്കാൻ. അപ്പൊ എനിക്ക് പേരെടുക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത്.